ഡോക്ടർ ശ്യാംകുമാറിലേക്ക്. ഡോക്ടർ ശ്യാംകുമാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ യുവത്വത്തിന് എന്ത് സംഭവിച്ചു എന്നത് വളരെ പ്രാധാന്യത്തോടെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ യുവത്വം, നമ്മുടെ കൗമാരം പല രീതിയിൽ വഴിതെറ്റി പോകുന്ന കഥകളാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. എവിടെയാണ് പിഴവുകൾ സംഭവിക്കുന്നത്? എവിടെയാണ് നമുക്ക് പരിഹാരം തേടേണ്ടത്? എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രസക്തമായ ഒരു വിഷയം ആണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. അതുപോലെ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡുമാണ്, വളരെ വോളറ്റൈലുമാണ്. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന മറ്റൊരു ചോദ്യം, യുവാക്കൾ മാത്രമേ വഴിതെറ്റുന്നുള്ളൂ, അല്ല എല്ലാവരും വഴിതെറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം എല്ലാം യുവാക്കളുടെ മേലെ കെട്ടിച്ചമച്ചുകൊണ്ട് എടുത്തിക്കൊണ്ട് നമുക്ക് കൈകഴുകി മാറി നിൽക്കാൻ സാധിക്കുന്നു. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്വമാണ് ഇതിന്റെ അകത്ത് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് അങ്ങനെ പറയാൻ കാരണം, ഇപ്പൊ യുവാക്കൾ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് കേരളത്തിലും അതുപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടന്ന പല അനിഷ്ട സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു വിഷയം തെരഞ്ഞെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്, ഒരു വിഷയമാണ്. പക്ഷെ ഇവിടെ നമ്മൾ കുറച്ചും കൂടി അതിന്റെ അടിസ്ഥാനങ്ങളിലേക്ക് കടന്നു പോകേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം യുവാക്കൾ വഴിതെറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആദ്യം തന്നെ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, സൈക്കോ തെറാപ്പിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കുറവ് ഇമോഷണൽ മെച്യൂരിറ്റി തന്നെയാണ്. യുവാക്കളിൽ സംഭവിക്കുന്ന ഇമോഷണൽ മെച്യൂരിറ്റിന്റെ ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഈ ഇമോഷണൽ മെച്യൂരിറ്റി എവിടുന്ന് തുടങ്ങണം എന്നത് മറ്റൊരു പ്രസക്തമായ ചോദ്യമാണ്. അപ്പൊ ഓരോ വ്യക്തിയുടെയും ഇമോഷണൽ മെച്യൂരിറ്റിയിലെ പ്രധാന ഘടകം തുടങ്ങുന്നത് അവരവരുടെ വീടുകളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അവിടെയാണ് രക്ഷാകർത്താവിന്റെ പ്രാധാന്യം ഉദിക്കുന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് അത് ഡെവലപ്പ് ചെയ്യുന്നത് ആ കുട്ടിയുടെ വിദ്യാഭ്യാസ കാലത്തും സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നന്നായി ഡെവലപ്പ് ചെയ്യണം. അവൻ വളർന്നു വരുന്ന സമൂഹം അതിന് വലിയൊരു ഘടകമാണ്. അവന്റെ പിയർ ഗ്രൂപ്പ്, അവന്റെ ഫ്രണ്ട് സർക്കിൾ ഒക്കെ അതിന് വലിയൊരു ഘടകമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ഉത്തരവാദിത്വമാണ്. രക്ഷാകർത്താവും ടീച്ചേഴ്സും സമൂഹവും അവന്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളും എല്ലാം അടങ്ങുന്നവരുടെ ഒരു ഉത്തരവാദിത്വമാണ് ഈ ഇമോഷണൽ മെച്യൂരിറ്റി. അപ്പൊ ആ യുവാക്കൾ വഴിതെറ്റുന്നതിന്റെ പ്രധാന കാരണങ്ങളും ഇത് കാര്യമായി നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുട്ടികളിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെയാണ് നമ്മൾ പറയേണ്ടത്, ഇമോഷണൽ മെച്യൂരിറ്റി വളർത്താൻ ഒരു രക്ഷാകർത്താവ് എന്നുള്ള നിലയിൽ എന്ത് ചെയ്യാൻ പറ്റും? ആസ് എ പാരന്റ്, ഞാനും ഒരു പാരന്റാണ്. അപ്പൊ ഇവിടെ നമുക്ക് പറ്റുന്ന പല താളപ്പിഴകളും പല തെറ്റുകളും, അപ്പൊ അത് കുട്ടികളിൽ ഒരുപാട് പ്രശ്നങ്ങൾ, നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി ജനിച്ചത് മുതൽ അവന് നമ്മൾ കൊടുക്കുന്ന ഒരു ഇമോഷണൽ സപ്പോർട്ട്, അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ, ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ, നമ്മൾ കൊടുക്കുന്ന ഒരു അക്കൗണ്ടബിലിറ്റി, നമ്മൾ കൊടുക്കുന്ന ഒരു അക്നോളജ്മെന്റ്, ഇതൊക്കെ വളരെ പ്രസക്തമായ ഘടകമാണ് ഒരു കുട്ടിയുടെ ഇമോഷണൽ മെച്യൂരിറ്റി വളർന്നു വരാൻ.